ഏതായാലും ഈ കർണാടക സ്റ്റേറ്റിൽ മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിൽ വെച്ച് ഏറ്റവും അധികം പേരും പ്രശസ്തിയുമുള്ള സ്ഥലമാണ് ഈ സുള്യ പ്രദേശം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉള്ളാൾ തങ്ങൾ എന്ന പേരിൽ എല്ലാ സ്ഥലത്തും മഷ്ഹൂറായിരുന്ന താജുൽ ഉലമ ഇവിടെ ഖാദിയായിരുന്നു. ആ സ്ഥാനത്തേക്ക് നിൽക്കാൻ ഒന്നും ഞാൻ കഴിവുള്ള ശക്തിയുള്ള ആൾ അല്ല. അവര് വലിയ മഹാനായിരുന്നു. താജുൽ ഉലമ ഒരു ചെറിയ ആളല്ല, വളരെ വലിയ ആളായിരുന്നു. അതിൽ വഹിക്കപ്പെട്ട ആള് അതോടുകൂടി ഇൽമ് പഠിക്കുകയും വഫാത്ത് വരെ അത് പഠിപ്പിക്കുകയും നാവ് കൊണ്ട് ഖുർആനും ഹദീസും മറ്റ് ഇൽമുകളും ദിക്റുകളും എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മഹാവ്യക്തിയായിരുന്നു. അവരുടെ സ്ഥാനത്ത് ഇവിടെ ഖാദിയാകണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് സ്വീകരിക്കുന്നത് അവരുടെ എല്ലാവരെയും പൊരുത്തം കൊണ്ട് നമ്മൾക്ക് ഭരിക്കുന്നത് വരെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാം എന്ന ഉദ്ദേശത്തിലാണ്. അൽഹംദുലില്ലാഹ് 35 കൊല്ലം മുമ്പ് ഞാനിവിടെ വലുകാലത്തും ഇവിടെയുള്ള മുഴുവൻ ആളുകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്. ഇപ്പോഴും അന്ന് യുവാക്കളായിരുന്നവർ ഇപ്പോൾ വയസ്സ് ഉള്ളവരായി മാറി. പകരം അന്ന് ചെറിയ കുട്ടികളായിരുന്നവർ യുവാക്കളായി മാറി. അവർ അൻസാറിൻ്റെ അതുപോലെ പ്രവർത്തനത്തിൻ്റെ മെമ്പർമാരായി വന്നിട്ടുണ്ട്. എങ്കിലും ഒരൊറ്റ കുട്ടി പോലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എതിരായി പ്രവർത്തിക്കുന്നവർ ഇല്ല എന്നത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഖാദിസ്ഥാനമെന്ന് പറഞ്ഞാൽ ഒരു ഖാദിക്ക് നിക്കാഹ്, തലാഖ്, ഇദ്ദ, റജഅത്ത്, അതുപോലെ മുത്അത്ത്, തഹല്ലുല് തുടങ്ങി നിരവധി മസാലകൾ നിക്കാഹ് സംബന്ധമായും കുടുംബ സംബന്ധമായും അതുപോലെ മീറാത്ത് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ ചെറിയ അറിവ് വെച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഖളാ ഏറ്റെടുത്തത്. എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അയാത്ത കാലത്ത് ഇവിടെ വന്നതുപോലെ എല്ലാ സമയത്തും ഇവിടെ വരാനോ ബന്ധപ്പെടാനോ കഴിയില്ല. ഇന്ന് തന്നെ ഞങ്ങൾ സുബഹി വാങ്ങി കൊടുക്കുന്നതിൻ്റെ മുമ്പ് മർക്കസിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട്ട് എത്തിയിട്ട് സുബഹി നിസ്കരിച്ചു. അങ്ങനെയാണ് ട്രെയിൻ
ഞങ്ങൾ കയറിയത്. അത്രയും പ്രയാസമാണ്. ഇനിയിപ്പോൾ ഇന്ന് അങ്ങോട്ട് മടങ്ങിയെത്തൽ രാത്രിയിൽ തന്നെ മടങ്ങിയെത്തണം. രാവിലെ എൻ്റെ ദർസ് മുടങ്ങി പോകാൻ പാടില്ല എന്ന നിർബന്ധമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടാവൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ മനുഷ്യ സഹജമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഓരോ മഹല്ലത്തുകളിലുമുണ്ടാകും. അഥവാ അങ്ങനെ ഈ നാട്ടിലെ ആളുകൾക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവും ഉണ്ടായാൽ നിങ്ങൾ ഉടനെ തന്നെ തീരുമാനം എടുക്കരുത്. ആരെയും ബഹിഷ്കരിക്കുകയും ഒഴിവാക്കുകയും ഒന്നും ചെയ്യുന്നതിന് മുമ്പ് എന്നെ നിങ്ങൾ അറിയിക്കണം. എന്നാൽ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അതെല്ലാം നന്നാക്കിയെടുക്കാനും നാടിൻ്റെ നന്മ നിലനിർത്താനും ഞാൻ ഉത്സാഹിക്കുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനവറുകൾ അല്ലാഹു അവരുടെ ദറജനെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവർക്ക് ശേഷം കുറഞ്ഞ കാലം പുറത്തു സാദാത്ത് ഖുറാത്തങ്ങളായിരുന്നു ആ സ്ഥാനത്ത് വന്നത്. അവരും നമ്മളെ വിട്ടുപോയി. അല്ലാഹു അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അവർ ഖബറിന് വിശാലത അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പ്രകാശം അല്ലാഹു തആല വിട്ടുകൊടുക്കട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാണുന്ന യോജിപ്പ്, എന്തൊരു യോജിപ്പാണ് സുഹൃത്തുക്കളെ. ഈ നട്ടുത്ത സമയത്ത് വെയിലും കൊണ്ട് 12 ചൂടുണ്ട്. ചൂട് സഹിച്ച് നിങ്ങൾ നിന്നത് നമ്മുടെ ഒരു ദീനിയായ മഹബത്ത് കൊണ്ട് മാത്രമാണ്. ഈ മഹബത്തും സൗഹാർദ്ദവും ഐക്യവും എല്ലാ കാലത്തും ഉണ്ടാകണം. സുള്ളിയ മഹലിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ മഹല്ലത്തുകാർക്കും ഒരു മാതൃകയായി ഇരിക്കണം. മനസ്സിലാവില്ല, മാതൃകാർക്ക് പ്രധാനം തിരിയേക്കില്ലേ? ഇത് കണ്ട് മറ്റുള്ളവർ പഠിക്കാനും മറ്റുള്ളവർ അങ്ങനെ പ്രവർത്തിക്കാനുള്ളവരാണ് മാതൃകയായിരിക്കാം. ലഖദ്കാലക്കും ഈ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്